يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തെ സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ ചിന്തനീയമായ നിലയിലാണ്. പ്രായപൂർത്തി വരെയും ബാല്യവും 40 വയസ്സ് വരെയും മധ്യവയസ്കതയും പിന്നീട് ജീവിതത്തിന്റെ അവസാന ഘട്ടവുമാണ്. ഇതിൽ സാധാരണ ബാല്യത്തിന് ജനങ്ങൾ വലിയ വില കൽപ്പിക്കാറില്ലെങ്കിലും ധാർമ്മിക വീക്ഷണത്തിൽ ബാല്യത്തിന് വലിയ സ്ഥാനമാണുള്ളത്. ശരിയാണ്, കടമകളും കർത്തവ്യങ്ങളും ബാലന്മാരുടെ മേൽ കടമകളാകുകയില്ലെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ഭാവി അവർ തിരഞ്ഞെടുക്കുന്നത് കടമകളും കർത്തവ്യങ്ങളും പാലിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നത് ബാല്യകാല ജീവിതമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു യാത്രയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഒരുക്കത്തിന്റെ ഘട്ടം, 2 യാത്രയുടെ ഘട്ടം. ശരിയാണ്, ഒരുക്കം യാത്രയിൽ പെട്ടതല്ല. നമ്മൾ നാട്ടിലും വീട്ടിലും തന്നെയായിരിക്കും. പക്ഷേ ഒരുക്കത്തിന്റെ ഘട്ടം എത്രമാത്രം നല്ല നിലയിൽ വിനിയോഗിക്കുമോ അതിനനുസരിച്ച് യാത്ര സുഗമമായിരിക്കും. ഒരാൾ ഒരുക്കത്തിന്റെ ഘട്ടത്തിൽ കിടന്നുറങ്ങുകയും മൊബൈൽ നോക്കുകയും പാട്ടുപാടി കറങ്ങി നടക്കുകയും ചെയ്തു. പിന്നീട് വാഹനത്തിൽ കയറുമ്പോൾ ഓരോ സാധനങ്ങളും ഇല്ലാത്തതിന്റെ ദുഃഖവും നഷ്ടവും അനുഭവപ്പെടുന്നതാണ്. ഇതുപോലെ ബാല്യകാല ജീവിതം മനുഷ്യജീവിതത്തിന്റെ ഒരു തുടക്കവും അതുപോലെ ഒരുക്കവുമായ ഘട്ടമാണ്. ചെറുപ്പകാലത്ത് ഏതൊന്ന് മനുഷ്യൻ ശീലിക്കുമോ അത് ജീവിതകാലം മുഴുവനും മനുഷ്യൻ കൊണ്ടു നടക്കുന്നതാണ്. ഇക്കാരണത്താൽ ഇസ്ലാം ബാലന്മാർക്ക് വലിയ സ്ഥാനം കൽപ്പിക്കുകയും അവരുടെ ജീവിതം അതിന് ഉത്തമമായ വെള്ളവും വളവും നൽകുകയും ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഇസ്ലാം മാത്രമല്ല, മുഴുവൻ മഹാത്മാക്കളും മുൻഗാമികളായ എല്ലാ മഹത്തുക്കളും കുട്ടികളുടെ ബാല്യ കാലഘട്ടത്തെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഈ കാര്യം അറിയിക്കുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്നത് പഴയ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ അല്ലാഹുവിന്റെ ദാസനാണ്, പ്രവാചകൻ പോലുമല്ല. പക്ഷേ ഖുർആൻ അദ്ദേഹത്തെ വളരെ താൽപര്യത്തോടെ അനുസ്മരിക്കുന്നു. ഈ ഒരു അധ്യായത്തിന് തന്നെ ലുഖ്മാൻ എന്ന പേര് നൽകപ്പെടുകയും ചെയ്തു. കാരണം ഇതിൽ ലുഖ്മാൻ എന്നവർ അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനോട് നടത്തിയ ഉപദേശം വളരെ പ്രാധാന്യത്തോടെ അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ലുഖ്മാൻ അലൈഹിസ്സലാമിനുള്ള പ്രശംസയായതിനോടൊപ്പം മക്കൾക്ക് സതുപദേശം നൽകുന്ന, അവരെ പാഠശാലയിലും സംസ്കരണ കേന്ദ്രങ്ങളിലും ബന്ധിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കുമുള്ള പ്രശംസ കൂടിയാണ്. മറുഭാഗത്ത് ലുഖ്മാനിന്റെ മകൻ, ആ മകൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു. ഈ കാര്യവും ഈ അധ്യായം സന്തോഷത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ പാഠശാലകളും പഠനശാലകളുമായി ബന്ധിപ്പിക്കുമ്പോൾ
അതിനെ പ്രയോജനപ്പെടുത്തുന്ന നല്ല ചെടികളായി വളരുന്ന ഉയരുന്ന മക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങളും നാടിന്റെയും നാട്ടുകാരുടെയും കാവൽ ഭടന്മാരും സർവോപരി മഹത്തായ സന്ദേശത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറുന്നതുമാണ്. അള്ളാഹു ഈ സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വളരെ മുഖ്യമായ ഏതാനും ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ ഉദ്ധരിക്കുന്നു. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞ സന്ദർഭം അദ്ദേഹം മകനെ ഉപദേശിക്കുകയായിരുന്നു. യാ ബുനൈ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, പടച്ചവനോട് പങ്കു ചേർക്കുന്നത് വലിയ അക്രമമാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു ആ പിതാവ് മകനോട് നടത്തിയ ഉപദേശത്തെ പ്രത്യേകം അനുസ്മരിക്കുന്നു. വഹുവ യഇദുഹു, ഒരു വാപ്പ ഒരു ഉമ്മ ചെയ്യുന്ന മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം അവർക്ക് സതുപദേശം നൽകുക എന്നതാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്നെ പറയുന്നു, ചെടിക്ക് വെള്ളവും വളവും പോലെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നതായ ഉപദേശം. രണ്ടാം ഉപദേശം എത്ര മനോഹരമായ ശൈലിയിലാണ്. യാ ബുനൈ, പൊന്നുമോനെ. 3 സ്ഥലങ്ങളിൽ ഈ സംബോധന പടച്ചവൻ ആവർത്തിച്ചുദ്ധരിക്കുന്നു. പടച്ചവൻ അത്ര ഇഷ്ടപ്പെട്ടു. മക്കളെ നിന്ദ്യമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ തരംതാഴ്ന്ന വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യുന്ന മാതാപിതാക്കളും അധ്യാപകന്മാരും അവരുടെ ധർമ്മം നിർവഹിക്കുന്നില്ല എന്നറിയിക്കുന്നു. പൊന്നുമോനെ. അതിനുശേഷമുള്ള ഒന്നാമത്തെ ഉപദേശം, ലാ തുശ്രിക് ബില്ലാഹ്, നീ പടച്ചവനോട് ആരെയും ഒന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹു എനിക്കും നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഏകനായ പടച്ചവനെ അംഗീകരിക്കാനും ആരാധിക്കാനുമുള്ള അവസരം. അതുകൊണ്ട് നീ പടച്ചവനോട് ആരെയും ഒന്നിനെയും പങ്കു ചേർക്കരുത്. പടച്ചവനോട് പങ്കു ചേർക്കുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. തൗഹീദിൽ ഉറച്ചു നിൽക്കണം, അള്ളാഹുവിനെ പരിപൂർണമായി ആരാധിക്കണം എന്നതാണ് ഒന്നാമത്തെ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം. ലുഖ്മാൻ അലൈഹിസ്സലാം മാത്രമല്ല, എല്ലാ മഹാത്മാക്കളുടെയും എല്ലാ നല്ലവരായ മാതാപിതാക്കളുടെയും പ്രധാനപ്പെട്ട ഉപദേശം ഈമാനിൽ ഉറച്ചു നിൽക്കണം, തൗഹീദിൽ ഉറച്ചു നിൽക്കണം. കാരണം പടച്ചവനോട് പങ്കുചേർക്കുന്നത് വലിയ കുറ്റമാണ്. രണ്ടാമത്തെ ഉപദേശം മഹാനവറുകൾ പറയുന്നു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നിന്റെ പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും അത് ഏതെങ്കിലും പാറക്കൂട്ടങ്ങൾക്കിടയിലോ ആകാശഭൂമികളുടെ മൂലയിലോ ആയിരുന്നാലും ശരി, അള്ളാഹു അതിനെ കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനുമാണ്. അള്ളാഹുവിനോട് ആരെയും പങ്കുചേർക്കാൻ പാടില്ല. അതിന്റെ പൂർത്തീകരണമാണ് പടച്ചവനെ പറ്റിയുള്ള അറിവും ബോധവും നീ നിലനിർത്തണം. അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ ചിന്ത, വീക്ഷണം നിന്റെ മനസ്സിൽ കാണണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട്. കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പരസ്യമായിരിക്കണം. രഹസ്യമായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ രീതികൾ ഉണ്ടാകരുത്. എല്ലാം പരസ്യമാകണം, തുറന്ന നിലയിലാകണം. അതിന് പടച്ചവനെ പറ്റിയുള്ള ബോധ്യം വേണം. മാതാപിതാക്കൾ, അതുപോലെ അധ്യാപകന്മാർ, ഇവർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നീങ്ങും, ഉറങ്ങും. അതുകൊണ്ട് അതിലെല്ലാം ഉപരി പടച്ചവനെ പറ്റിയുള്ള ബോധം വേണം. നിന്റെ പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും, പാറക്കൂട്ടങ്ങൾക്കിടയിലാണെങ്കിലും, ആകാശഭൂമികളുടെ മൂലകളിലാണെങ്കിലും പടച്ചവൻ അതെല്ലാം അറിയുന്നുണ്ട്. നാളെ അത് പടച്ചവനെ ഹാജരാക്കി നിനക്ക് വിചാരണ നേരിടേണ്ടി വരുന്നതാണ്.
يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. പൊന്നുമോനെ, നീ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, നിനക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നീ സഹനത മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും ഇത് ഉന്നത മനക്കരുത്തിൽപ്പെട്ടതാണ്. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഉപദേശമാണ്. അതിൽ പല ഉപദേശങ്ങൾ അടങ്ങി. ഒന്ന്, നമസ്കാരം നിലനിർത്തണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഉണ്ടാക്കിയെടുക്കേണ്ട ആരാധനയാണ് നമസ്കാരം. നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അതെല്ലാം പിന്നീട്. ഏറ്റവും പ്രഥമമായിട്ടും ഉണ്ടാക്കേണ്ട ഗുണമാണ് നമസ്കാരം. നമസ്കാരത്തിൽ ശീലം വേണം, നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. ഒരു കുട്ടിക്ക് നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടോ, അവന്റെ ഭാവി ആരാധനകളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അവൻ നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും. അതുകൊണ്ട് നമസ്കാരത്തിൽ നിഷ്ഠ വേണം, നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. وأمر بالمعروف وانه عن المنكر واصبر على ما أصابك. നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം. അതായത് മേക്ക് വെച്ച് പ്രസംഗിക്കണമെന്നല്ല. പ്രസംഗിച്ചോളിൽ നിങ്ങൾ പ്രസംഗ പരിശീലനങ്ങൾ നടത്തണം, മത്സരങ്ങൾ നടത്തണം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം എപ്പോഴും നിങ്ങൾ നന്മയുടെ പ്രവർത്തകരാകണം, നന്മയുടെ പ്രചാരകരാകണം. ജനങ്ങളോട് നന്മ പറയണം, അവരോട് വളരെ വിനയത്തിൽ ഭവ്യതയിൽ നന്മ ഉപദേശിക്കുന്നവരാകണം. അതുപോലെ തിന്മയെ തടയുന്നവരാകണം. ഒരു കാര്യം തിന്മയാണെന്ന് നിങ്ങൾക്കറിയാം, ആരെങ്കിലും ചെയ്യുന്നു, സ്നേഹബഹുമാനങ്ങളോടെ അതിൽ നിന്നും അവരെ തടയണം. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. നന്മ ഉപദേശിക്കണം, തിന്മ തടയണമെങ്കിലോ വിദ്യാഭ്യാസം വേണം. പരിശുദ്ധ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഭാഷകൾ പഠിക്കണം, ഉന്നതരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാതെ എന്ത് നന്മയും തിന്മയും അറിയാനാണ്? അതുകൊണ്ട് ആദ്യമായി നിങ്ങൾ വിജ്ഞാനം കരസ്ഥമാക്കണം. സ്കൂളിൽ നന്നായി പഠിച്ചുകൊള്ളിൻ, റാങ്ക് കരസ്ഥമാക്കി നിങ്ങൾ അവിടെയുള്ള ഏറ്റവും നല്ല വിദ്യാർത്ഥിനിയാകിൻ. പക്ഷെ അതിനേക്കാളും ഉപരിയായി പരിശുദ്ധ ഖുർആൻ പഠിക്കൽ, ഹദീസ് പഠിക്കൽ, ബാലപാഠശാലകളിൽ കൃത്യമായി പങ്കെടുക്കൽ. സ്കൂളിൽ വലിയ ടൈയും കോട്ടുമെല്ലാം കെട്ടിക്കൊണ്ട് പോയിക്കൊള്ളി. മദ്രസയിലേക്ക് കീറിപ്പറഞ്ഞ ഉടുപ്പുമായി, അതിനേക്കാളും കീറിപ്പറഞ്ഞ പുസ്തകങ്ങളുമായി കടന്നു വരുന്നു. അങ്ങനെയല്ല. അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ രീതിയിൽ നിങ്ങൾ പാഠശാലകളിൽ പോയി വിജ്ഞാനം കരസ്ഥമാക്കുന്ന, ഖുർആൻ പഠിക്കൽ. നിങ്ങളുടെ ഒന്നാന്തരം മനസ്സാണ്, ശൂന്യമായ മനസ്സാണ്. അതിലിപ്പോൾ നിങ്ങൾ ഖുർആനിനെ സന്നിവേശിപ്പിക്കുന്ന, ഹദീസുമായി ബന്ധപ്പെടുന്നു, പ്രവാചക ചരിത്രം നിങ്ങൾ പഠിക്കൽ, മഹാന്മാരായ നബിമാരുടെ സംഭവങ്ങൾ പഠിക്കൽ. അതിലൂടെ നിങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ നന്മയാണ്, ഇന്നിന്ന കാര്യങ്ങൾ തിന്മയാണെന്നും അറിയാൻ സാധിക്കും. അതുപോലെ പ്രബോധനത്തിന്റെ ശൈലിവിശേഷവും പഠിക്കാൻ സാധിക്കും. നിങ്ങളൊരു കുട്ടിയാണ്, തെറ്റുകാരനായ വാപ്പയോട് എങ്ങനെ സംസാരിക്കണം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ സംസാരിക്കും. നിങ്ങളൊരു യുവാവാണ്, തെറ്റുകാരായ മറ്റ് ആൾക്കാരോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, നിങ്ങൾ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പഠിക്കും. അതിലാ മഹാന്മാർ ഇന്നതാണ് നന്മയെന്നും നന്മ ഉപദേശിക്കേണ്ടത് ഇങ്ങനെയാണെന്നും വളരെ ലളിതമായി മനോഹരമായി കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ചും പൊന്നുമക്കളെ, നിങ്ങൾ മുഴുവൻ നബിമാരുടെയും നബിയായ സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹച്ചരിതം പഠിക്കും. അതിൽ കുട്ടികളോട് സംബന്ധിച്ച പ്രവാചകനെ കാണാൻ സാധിക്കും. വാഹനത്തിന് പിന്നിലിരുത്തി ഇബ്നു അബ്ബാസിന് പാഠം പറഞ്ഞു കൊടുക്കുന്നു. യുവാക്കളോട് സ്നേഹത്തിൽ സംബന്ധിച്ച് അവരെ അടുത്തിരുത്തി, നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ട്, വീട് കാര്യങ്ങളെല്ലാം ചോദിച്ച് അവരോട് നല്ല നിലയിൽ ഉപദേശം നടത്തിയ പ്രവാചകനെ കാണാൻ സാധിക്കും. ഭാര്യമാർക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിസമർത്ഥമായി അവരെ കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത പ്രവാചകനെ അറിയാൻ സാധിക്കും. ദേഷ്യത്തിൽ സംസാരിക്കുന്ന പ്രവാചകൻ, സ്നേഹത്തിൽ സംസാരിക്കുന്ന പ്രവാചകൻ, ജീവിതത്തിന്റെ സകല മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ. തിരിച്ചും മാതാവിനെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല അധികമൊന്നും.
ജീവിതകാലം മുഴുവനും മാതാവിനെ ഓർത്തുകൊണ്ടിരുന്ന പ്രവാചകൻ. പിതാവിനെ കാണാൻ പോലും പറ്റിയിട്ടില്ല. കൊച്ചാപ്പയെ കണ്ട് പൊന്നു വാപ്പ എന്ന് വിളിച്ച പ്രവാചകൻ. ഉമ്മയുടെ വേലക്കാരിയെ കണ്ടിട്ട് ഉമ്മ എന്ന് വിളിച്ച പ്രവാചകൻ. ഒരു മനോഹരമായ ജീവിതം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചക ജീവിതവുമായി ബന്ധപ്പെടുന്നു. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. ഈ മൂന്നാമത്തെ ഉപദേശത്തിലെ കണ്ണായ അവസാനത്തെ ഭാഗം, മോളെ നീ നിന്റെ ഭാവിയെപ്പറ്റി നല്ല ആഗ്രഹം വേണം, നല്ല പ്രതീക്ഷ വേണം. പടച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർന്ന ഭാവി നൽകുമാറാകട്ടെ. എങ്കിലും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല വഴി മാത്രമല്ല പൊട്ടിപ്പൊളിഞ്ഞ വഴികളും കാണേണ്ടി വരും. ജീവിതയാത്രക്കിടയിൽ തണുപ്പ് കാലഘട്ടം മാത്രമല്ല ചൂട് കാലഘട്ടവും വരുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് സഹനത മുറുകെ പിടിക്കണം. പൊട്ടിത്തെറിക്കരുത്, ദേഷ്യപ്പെടരുത്, ബഹളമുണ്ടാക്കരുത്. നിങ്ങൾ സംഹാരത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരരുത്. മറിച്ച് സഹനതയോടെ മുന്നോട്ട് നീങ്ങണം. സത്യം പറയട്ടെ, അതിന് മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ മക്കൾ യാത്രയാവുകയാണ്, ബന്ധുക്കൾ യാത്രയാവുകയാണ്. പ്രവാചകൻ സഹനതയോടെ അടിയുറച്ച് നിൽക്കുന്നു. വസ്ബിർ അലാ മാ അസാബക്. നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും നാശനഷ്ടങ്ങളിലും സഹനത മുറുകെ പിടിക്കണം. പടച്ചോ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം നൽകുമാറാകട്ടെ. ഇടയ്ക്ക് പരാജയം സംഭവിച്ചു, നാണിക്കാനും അല്ലെങ്കിൽ നിരാശപ്പെടാനും ഒന്നും ആവശ്യമില്ല. അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് മിടുക്കലായിട്ട് നിങ്ങൾ പഠിച്ച് വളർന്ന് ഉയർന്നു വരും. നിങ്ങൾ വാപ്പയോട് ഉമ്മയോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് അവർ നടത്തി തന്നില്ല, ആ പാവത്തങ്ങൾക്ക് അതിന് പരിമിതി കാണും. നിങ്ങൾ അതിന്റെ പേരിൽ പൊട്ടിത്തെറിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യരുത്. നിങ്ങൾ സഹനത മുറുകെ പഠിക്കും. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പൊന്നുമോനെ, ഈ ഉപദേശം ജലരേഖകളല്ല, വായ്ത്താരിയല്ല. ഇത് മഹാന്മാരായ നബിമാരുടെ മനക്കരുത്തിന്റെ പര്യായങ്ങളായ മഹാത്മാക്കളുടെ ഗുണങ്ങളാണിത്. തൗഹീദിൽ ഉറച്ചു നിൽക്കൽ, പടച്ചവനെ പറ്റിയുള്ള ധ്യാനം, നമസ്കാരത്തിലെ ശ്രദ്ധ, സതുപദേശം, സഹനത, ഇത് മഹാത്മാക്കളുടെ ഗുണമാണ്. നീ ആ വഴിയിൽ പ്രവേശിച്ചാൽ പൊന്നുമോൻ നീയും മഹാത്മാവായിട്ട് മാറും, പൊന്നുമോൾ നീയും മഹതിയായിട്ട് മാറും. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഇതേ ഉപദേശത്തിന്റെ ബാക്കി, നീ ജനങ്ങൾക്ക് മുമ്പാകെ മുഖം ചുളിച്ച് നടക്കരുത്, മോന്ത വീർപ്പിക്കരുത്. വാപ്പയോട് ദേഷ്യം, ഉമ്മയോട് ദേഷ്യം, അയൽവാസികൾക്ക് മുമ്പാകെ മുഖം തിരിക്കുന്നു, രോഗികളെ കാണുമ്പോൾ പുച്ഛിക്കുന്നു, പാവത്തങ്ങളെ കാണുമ്പോൾ നിന്ദിക്കുന്നു. അത്തരമൊരവസ്ഥ നീ ഉണ്ടാക്കരുത്. ജനങ്ങളോട് നിന്റെ കവിളിനെ നീ കടുപ്പിച്ച് കാണിക്കരുത്, തിരിച്ചു കാണിക്കരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി. നീ ജനങ്ങളോട് മുഖം ചുളിച്ച് കാണിക്കരുത്. നിന്റെ പ്രവർത്തനം വാചകം കൊണ്ട് മാത്രമല്ല, നിന്റെ പെരുമാറ്റം കൊണ്ട് പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മുടെ ഈ മസ്ജിദ് സ്ഥാപിച്ചിരിക്കുന്നത് എന്റെ ആദരണീയ മാതാവിന്റെ നാമത്തിലാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുത്തവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കിയത് ഉമ്മയുടെ ഒരു ഉപദേശമാണ്. എന്റെ ചെറുപ്പത്തിൽ 2, 3, 4 ക്ലാസുകൾ പഠിച്ച LP സ്കൂളിലെ പ്രധാനപ്പെട്ട ഹെഡ് മിസ്സസ് ഒരു കാലിന് മന്തുള്ളൊരു സ്ത്രീയായിരുന്നു. കൊച്ചുകുട്ടികളെ പോലെ ഞാൻ ഉമ്മയോട് പോയി പറഞ്ഞു. ഉമ്മ പറഞ്ഞു, നീ അവരെ ഒരിക്കലും നിന്ദിക്കരുത്, അവരോട് അങ്ങേയറ്റം ബഹുമാനം കാണിക്കണം, ആദരവ് കാണിക്കണം. ഉമ്മ അവർക്ക് വേണ്ടി സാധന സാമഗ്രികൾ തരാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നുവിടുമായിരുന്നു. ഉമ്മയുടെ ഈ പരിശീലനം കൊണ്ട് എനിക്കുണ്ടായ അവസ്ഥ, ഞാൻ അവരോട് പലപ്പോഴും പോയി ചോദിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയെ അവരെ വിളിക്കും, അമ്മേ ഞാൻ കാലൊന്ന് തുടച്ചു തരട്ടെ, ഞാൻ തുണി കൊണ്ട് കാല് തുടച്ചു തരട്ടെ. അവരെന്റെ തലയിൽ കൈവെക്കുമായിരുന്നു. എന്റെ വിശ്വാസമാണ്,
ഉമ്മയും പറയും എന്റെ വിശ്വാസമാണ്. മലയാളത്തിൽ 2 അക്ഷരം എനിക്ക് എഴുതാനും പറയാനും സാധിക്കുന്നത് ആ ഹൈന്ദവ സ്ത്രീയുടെ പൊരുത്തം കൊണ്ടാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു. വളരെ വ്യക്തമാണ്. ഇതിൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. അധ്യാപകന്മാർ അവർ ഹിന്ദു ഇവർ ക്രിസ്ത്യാനി ഒരു വ്യത്യാസവുമില്ല. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. പിന്നെ അവിടുന്ന് ഗൗരവം കൂടും. മറ്റുള്ളവരോട് നീ മുഖം കറുപ്പിച്ച് കാണിക്കുന്നത് മോശമാണെങ്കിൽ നിന്റെ വാപ്പയോട് മുഖം കറുപ്പിച്ച് കാണിക്കുന്നത്, നിന്റെ ഉമ്മയോട് മുഖം കറുപ്പിച്ച് കാണിക്കുന്നത്, പ്രത്യേകിച്ചും നിനക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ നിഷേധിക്കുമ്പോൾ നീ പ്ലേറ്റ് എടുത്തെറിയുന്നത്, നീ ദേഷ്യപ്പെടുന്നത്, നീ ബഹളമുണ്ടാക്കുന്നത് മഹാമോശമാണ് കേട്ടോ. വലാ തംശി ഫിൽ അർളി മറഹാ. നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്, ആർത്തട്ടഹസിച്ച് നടക്കരുത്. കവി പറയുന്നുണ്ട്, ആകാശത്തോടെ പറന്നുകൊള്ളിൻ, വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടിയിട്ടുകൊള്ളിൻ. രക്ഷിതാവിനെ മറക്കരുത്, നിന്നെ മറക്കരുത്. നാം നമ്മെ മറന്നുകൊണ്ടൊന്നും ചെയ്തുകൂടാ, നിന്നെ മറക്കരുത്. ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഭയങ്കര അപകടമുണ്ടാകുന്നു. അവരുടെ അമിതമായ ആർത്തട്ടഹസിക്കൽ, അതുപോലെ എടുത്തുചാട്ടം. അവസാനത്തെ ഉപദേശം കൂടി, وقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. നടത്തം മധ്യമായ നിലയിലായിരിക്കണം, ശബ്ദം താഴ്ന്നിരിക്കണം. ശബ്ദമുയരൽ, കൂകൽ ഇത് മിടുക്കല്ല, ഒന്നിനും കൊള്ളാത്ത ശബ്ദം പാവപ്പെട്ട കഴുതയുടെ അലർച്ചയാണ്. ആരംഭത്തിൽ ശബ്ദം കാണത്തുമില്ല, പിന്നെ ആകെ ഒരു മോശമായ ശബ്ദം. അതുകൊണ്ട് ഓവർ ശബ്ദമെടുക്കരുത്. നിന്റെ ശബ്ദത്തിലും നടത്തത്തിലും മിതത്വം പാലിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാം അലക്സാണ്ട്രിയയിൽ ഒരു മൂലയിൽ കടപ്പുറത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഉപദേശം ഖുർആൻ അങ്ങേയറ്റം ഓമനത്വത്തോട് ഉദ്ധരിച്ച് കാഞ്ഞിപ്പുഴയിലെ മസ്ജിദിൽ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഖുർആൻ സംവദിക്കുന്നു. നല്ല ഉപദേശങ്ങൾ നിങ്ങൾ നടത്തിൻ, അത് ചരിത്രത്തിന്റെ ഭാഗമാകും, അത് വസന്തത്തിന്റെ ഒരു അംശമായി മാറുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മേൽ, എല്ലാ നബിമാരുടെ മേലും മഹാത്മാക്കളുടെ മേലും, പ്രത്യേകിച്ചും ഈ ഉപദേശങ്ങളുടെ എല്ലാ കാരണക്കാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള പാഠശാലകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ ഈ നാടിന്റെ അനുഗ്രഹമാണ് നമ്മൾ ഈ മസ്ജിദിന്റെ അരികിൽ 2 പെൺകുട്ടികളുടെ സ്ഥാപനം. അതിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ വെക്കേഷനിൽ ധാരാളം മക്കൾ വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും പഠിക്കുന്നു, ഉയരിൻ, വളരിൻ. പ്രത്യേകിച്ചും ദീനിന്റെ മഹത്വം മനസ്സിലാക്കി ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം ആഴത്തിൽ പഠിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.